രാഹുൽ മാങ്കൂട്ടത്തിൽ പുറത്തേക്ക് പാലക്കാട് സന്ദീപ് വാര്യർ സ്ഥാനാർത്ഥി. ചങ്ങനാശ്ശേരിയിൽ തിരുവഞ്ചൂർ, കോട്ടയത്ത് നാട്ടകം സുരേഷ് എംപിമാരുടെ നിയമസഭാ മോഹം മുളയിലെ നുള്ളി ഹൈക്കമാൻഡ്. നിയമസഭാ തിരഞ്ഞെടുപ്പിന് മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെ വിവിധ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാകണമെന്നത് സംബന്ധിച്ച കരട് രൂപം തയ്യാറായതായി സൂചന. പാർട്ടിയിലെ ജില്ലാ ഘടകങ്ങളിൽ അടക്കം സ്ഥാനാർത്ഥി നിർണയം സംബന്ധിച്ചുള്ള ചർച്ചകൾ പുരോഗമിച്ചു വരികയാണ്. പരിചയസമ്പന്നത, പുതുമുഖം, താരപരിവേഷം, ജനസ്വാധീനം എന്നിവയെല്ലാം മാനദണ്ഡമാക്കിയാണ് സ്ഥാനാർത്ഥി നിർണയം. ജ്യോതി വിജയകുമാർ, രാജു പി നായർ, ഹെൻറി ഓസ്റ്റിൻ ജൂനിയർ, മാത്യു ആന്റണി തുടങ്ങിയവരെല്ലാം കരട് പട്ടികയിൽ സ്ഥാനം നേടിയിട്ടുണ്ട്. യുവ നേതാക്കളായ അരിത ബാബു, വീണ നായർ, റിജിൻ മാക്കുറ്റി, സന്ദീപ് വാര്യർ, JS അഖിൽ തുടങ്ങിയവരുടെ പേരും പരിഗണനയിലുണ്ട്. ആലപ്പുഴയിൽ ഷാനി മോൾ ഉസ്മാൻ വീണ്ടും സ്ഥാനാർത്ഥിയാകുമെന്നാണ് ലഭിക്കുന്ന വിവരം. 2021 നിയമസഭാ തിരഞ്ഞെടുപ്പിൽ CPM-നോട് പരാജയപ്പെട്ടെങ്കിലും മുതിർന്ന വനിതാ നേതാവ് എന്ന നിലയിൽ ഷാനി മോൾക്ക് തന്നെയാകും ഇത്തവണയും പ്രഥമ പരിഗണന ലഭിക്കുക. കായംകുളത്ത് യുവ നേതാവ് അരിത ബാബു, നേമത്ത് വീണ നായർ എന്നിവർ ഏതാണ്ട് സ്ഥാനാർത്ഥിത്വം ഉറപ്പിച്ച സ്ഥിതിയാണ്. ചങ്ങനാശ്ശേരി സീറ്റ് കേരള കോൺഗ്രസിൽ നിന്നും കോൺഗ്രസ് തിരിച്ചുപിടിച്ചാൽ മുതിർന്ന നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണനാകും അവിടെ മത്സരിക്കുക. പകരം കോട്ടയത്ത് മുൻ DCC പ്രസിഡന്റ് നാട്ടകം സുരേഷിനെയാകും പരിഗണിക്കുക. രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും വിശ്വസ്ത വിവർത്തകയും മുൻ പത്രപ്രവർത്തകയുമായ ജ്യോതി വിജയകുമാറിനെയാണ് ചെങ്ങന്നൂരിൽ പരിഗണിക്കുന്നത്. ബിന്ദു കൃഷ്ണയും കോൺഗ്രസ് വക്താവായ ഷമ മുഹമ്മദും പട്ടികയിൽ ഇടം നേടിയിട്ടുണ്ട്. ഈഴവ സമുദായത്തിന് ഭൂരിപക്ഷമുള്ള ഒരു സീറ്റിലേക്ക് യുവ നേതാവായ M ലിജുവിനെയും പരിഗണിക്കുന്നുണ്ട്. യൂത്ത് കോൺഗ്രസ് നേതാക്കളായ റിജിൽ മാക്കുറ്റി, JS അഖിൽ എന്നിവരുടെ പേരും സാധ്യതാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. കാഞ്ഞിരപ്പള്ളിയിൽ അക്കാമ ചെറിയാന്റെയും KT തോമസിന്റെയും ചെറുമകന്റെ പേരും പരിഗണനയിലുണ്ട്. മൂവാറ്റുപുഴയോ പൂഞ്ഞാറോ വേണമെന്ന നിലപാടിലാണ് ജോസഫ് വാഴയ്ക്കന് മൂവാറ്റുപുഴ സീറ്റ് നൽകിയാൽ സിറ്റിംഗ് MLA മാത്യു കുഴൽനാടന് പെരുമ്പാവൂരിലേക്ക് മാറേണ്ടി വരും. പെരുമ്പാവൂരിലെ നിലവിലുള്ള MLA എൽദോസ് കുന്നപ്പള്ളിക്ക് ഇക്കുറി സീറ്റ് നൽകരുത് എന്ന വികാരവും പാർട്ടിയിൽ ഉയർന്നു വരുന്നുണ്ട്. പാലക്കാട് നിയമസഭാ മണ്ഡലത്തിൽ സന്ദീപ് വാര്യറാകും സ്ഥാനാർത്ഥിയെന്നാണ് ലഭിക്കുന്ന സൂചന. ലൈംഗികാരോപണ വിധേയനായ രാഹുൽ മാങ്കൂട്ടത്തിലിന് വീണ്ടും സീറ്റ് നൽകേണ്ടതില്ലെന്നാണ് പാർട്ടിയിലെ പൊതുവായ ധാരണ. സന്ദീപ് വാര്യരുടെ സംഘടനാ വൈദഗ്ധ്യം പാലക്കാട് മണ്ഡലം നിലനിർത്താൻ ഗുണകരമാകുമെന്ന വിലയിരുത്തലിലാണ് പാർട്ടി നേതൃത്വം. സ്ഥിരമായി മത്സരിക്കുന്നവരെ ഒഴിവാക്കി പുതുമുഖങ്ങൾക്ക് സീറ്റ് നൽകി യുവജനങ്ങളെ പാർട്ടിയിലേക്ക് കൂടുതൽ ആകർഷിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള സ്ഥാനാർത്ഥി നിർണയമാണ് കോൺഗ്രസ് ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ 1/2 ഡസനോളം MPമാർ നിയമസഭയിലേക്ക് മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസിനുള്ളിൽ വലിയ പൊട്ടിത്തെറികൾക്ക് ഇടയാക്കിയേക്കാം. KC വേണുഗോപാൽ, K സുധാകരൻ, ശശി തരൂർ, അടൂർ പ്രകാശ്, ഹൈബി ഈഡൻ, കൊടിക്കുന്നിൽ സുരേഷ് തുടങ്ങിയ MPമാർ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ താൽപര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ ലോക്സഭയിൽ തങ്ങളുടെ അംഗസംഖ്യ കുറയ്ക്കുകയും പ്രതിപക്ഷ നിരയിൽ തങ്ങളുടെ ശക്തി ക്ഷയിപ്പിക്കുകയും ചെയ്യുന്ന നീക്കത്തോട് യോജിക്കാൻ കഴിയില്ല എന്ന നിലപാടിലാണ് കേന്ദ്ര നേതൃത്വം. എന്നിരുന്നാലും ഇതിൽ 1-2 പേർക്ക് മത്സരിക്കാനുള്ള അംഗീകാരം നൽകാനുള്ള സാധ്യതയും തള്ളിക്കളയാനാകില്ല.